രത്തൻ ഖേൽക്കറുടെ നിയമനം മാത്രമല്ല, BJPയുമായി അടുത്തു വരുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കാണുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പോ അദ്ദേഹം ഒരു മംഗലാപുരം യാത്ര നടത്തി. സാധാരണ അദ്ദേഹം ധരിക്കാത്ത ഒരു കളർ ഷർട്ടുമിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അദ്ദേഹം യാത്ര ചെയ്ത് മംഗലാപുരത്ത് പോയി കണ്ടത് NDA മുന്നണിയിലെ ഒരു നേതാവിനെയും ഒപ്പം അദാനി ഗ്രൂപ്പിന്റെ മേധാവിയെയുമാണ്. ആ സന്ദർശനം ദുരൂഹമാണ്. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത തകരുന്നതോടൊപ്പം BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ വിശ്വാസ്യത ശക്തിപ്പെടുകയാണ്. അതുകൊണ്ടുകൂടിയാവണം ഹൈക്കമാൻഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന AICC ജനറൽ സെക്രട്ടറി മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നിയമനം സംബന്ധിച്ച ചോദ്യം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭരണക്കാരോട് പോയി ചോദിക്കുക. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ഈ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ തന്നെ ഭിന്നത രൂപപ്പെട്ട ഒന്നാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ ഖേൽക്കറെ നിയമിച്ചത്. അതുകൊണ്ട് അത് ദുരൂഹമായ ഒന്നാണ് എന്ന് മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയുള്ളൂ.